ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തങ്ങൾക്കുള്ള തുണി ഒരുക്കി തുടങ്ങി. തിരുപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന 200 കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കിയാണ് കൈപ്പന്തങ്ങൾ ഒരുക്കുന്നത്. പഴയ ആചാര തനിമ പങ്കുകൊള്ളാൻ 100ഓളം പേരാണ് എത്തിയത്. വലിയ 2 ചെമ്പുകളിൽ കാരവും സോപ്പും ഉപയോഗിച്ച് പുഴുങ്ങിയ തുണികൾ കൽപ്പടവുകളിൽ തല്ലിത്തിരുമ്പു. തുണിയിലെ കഞ്ഞിപ്പശ ഒഴിവാക്കാനാണ് ഇത് ചെയ്യുന്നത്. തുടർന്ന് തുണികൾ ക്ഷേത്രമുറ്റത്തിട്ട് ഉണക്കി സൂക്ഷിക്കും. ഇതുപയോഗിച്ചാണ് കൈപ്പന്തങ്ങൾ തയ്യാറാക്കുക. ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100ഓളം യുവാക്കളാണ് ഇതിൽ പങ്കാളികളായത്. 2 ഒറ്റ പന്തങ്ങളും 2 മുപ്പന്തവും 18 6 നാഴി പന്തങ്ങളുമാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിലുള്ളത്. ഓടിൽ തീർത്ത പന്തത്തിന്റെ നാഴികളിൽ മുല്ലമൊട്ടിന്റെ ആകൃതിയിൽ പന്തങ്ങൾ ചുറ്റും. കൽപ്പടവിൽ തല്ലി തിരുമ്മിയെടുക്കുന്ന തുണി ഉപയോഗിച്ചുള്ള കൈപ്പന്തങ്ങൾ കൂടുതൽ തെളിമയോടെ കൂടുതൽ സമയം കത്തും. ആദ്യകാലങ്ങളിലെ വൈദ്യുത വിളക്കുകൾ സാർവത്രികമാകുന്നതിന് മുൻപ് തന്നെ കൈപ്പന്തത്തിൻ്റെ വെളിച്ചത്തിലായിരുന്നു ആറാട്ടുപുഴ പൂരം അരങ്ങേറിയിരുന്നത്. അതുകൊണ്ട് തന്നെ തിരുവാതിര വിളക്കായാലും ശാസ്താവിൻ്റെ മറ്റ് എഴുന്നള്ളിപ്പുകൾക്കായി കഴിഞ്ഞാലും കൈപ്പന്തങ്ങൾ വളരെ അത്യാവശ്യ കാര്യമായിരുന്നു. ഏപ്രിൽ 3 കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെക്കാർക്ക് പൂരക്കാലമാണ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. ശ്യാം പ്രസാദ് ഉത്തമനുണ്ട് നമുക്ക് തത്സമയം കൂടെ. ശ്യാം, ഗുഡ് മോർണിംഗ്. മനുഷ്യരിങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതരാവുന്ന സമയത്ത് മറ്റൊരു ചിന്തയിലേക്കും പോകുന്നില്ല എന്നതുകൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. എത്ര ഉത്സാഹത്തോടു കൂടി ഇതിനൊക്കെ ഒപ്പം നിന്ന് ഊർജം പകർന്നുകൊണ്ട് എല്ലാവരും സഹകരിക്കുന്ന ഒരു ആചാരവും അനുഷ്ഠാനവും ഒക്കെ ആകുമ്പോൾ അതിന് വലിയ പ്രത്യേകതയും കൗതുകവുമുണ്ട്. ഈ ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഈ കൈപ്പന്തങ്ങൾ. ഈ കൈപ്പന്തങ്ങൾ ഇവർ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് മന്ദാരക്കടവിൽ ഇങ്ങനെ തല്ലി അലക്കി ഈ ക്ഷേത്രമുറ്റത്തിട്ട് ഉണക്കിയാണ് ഇത് കെട്ടാറ്. മുല്ലപ്പൂ മുട്ടുപോലെ അതിങ്ങനെ കെട്ടിയെടുത്ത് അത് കാണാനും നല്ല ഭംഗിയാണ്. അതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നല്ല തെളിമയും നല്ല വെട്ടവുമൊക്കെ ആ പന്തത്തിൻ്റെ തീക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അതിൻ്റെ തുണിയുടെ പശയൊക്കെ മന്ദാരക്കടവിലിട്ട് ഈ തല്ലി അലക്കി അവർ കളയുന്നത്. ഇതൊരു കൂട്ടായ്മ കൂടിയാണ്. ആ കൂട്ടായ്മയിൽ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു നാടിൻ്റെ ഒരു ഒരുമ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇനി ഒരു പൂരക്കാലമാണ്. ഈ പൂരക്കാലത്തിന് പ്രത്യേകിച്ച് ഒരുപാട് ഗജവീരന്മാരടക്കം ഈ ആറാട്ടുപുഴ പൂരത്തിന് എത്താറുണ്ട്. പ്രത്യേകിച്ച് മേളമൊക്കെ വലിയ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം മേളത്തിൻ്റെ കാര്യത്തിൽ തൃശ്ശൂർക്കാർ ഒരല്പം മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ആറാട്ടുപുഴയിലെ മേളമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ മേളം തന്നെയാണ്. ആ മേളപ്പെരുക്കവുമൊക്കെ ആയിട്ട് ഇനിയൊരു പൂരക്കാലം തുടങ്ങുകയാണ്. ഏപ്രിൽ 3 ഇവിടെ കൊടി കയറുന്നത്. പിന്നീട് വിവിധങ്ങളായ പൂരങ്ങൾ, ഈ പൂരങ്ങൾക്കൊക്കെ എല്ലാം ഈ പന്തങ്ങൾ തന്നെയാണ് തെളിക്കുന്നത്. ഈ പന്തങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, പണ്ടുകാലത്ത് വൃശ്ചിക മാസത്തിൽ നെല്ലിലിട്ട് സംഭരിച്ച്, അതായത് നെൽഭരണിയിൽ സംഭരിച്ചായിരുന്നു ഇത് വെക്കാറ്. പിന്നീട് അതിങ്ങനെ കുറേ നാൾ വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന തെളിഞ്ഞ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ഈ തീനാളങ്ങൾ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്ത അനുഭവമാണ്. ഇങ്ങനെ ഓരോ മേഖലകളിലും പ്രത്യേകതകളുണ്ട് എന്നാണ്. അത് കത്തിക്കാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക്, അതിൻ്റെ തിരിക്ക്, അതിൻ്റെ തുണിക്ക്, അത് തയ്യാറാക്കുന്ന രീതിക്ക്, അങ്ങനെ എത്ര 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 പ്രത്യേകതകളാണ്. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് ചേർന്ന് എല്ലാ മനുഷ്യരും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒത്തൊരുമയാണ്. വിവിധ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുള്ളവർ, വിവിധ വീടുകളിൽ നിന്ന് വരുന്നവർ, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നതൊരു വലിയ പ്രത്യേകതയാണ്. അങ്ങനെ പൂരങ്ങളൊക്കെ നമ്മളെ നാടിൻ്റെയും ജീവിതത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഭാഗമായി മാറുന്നു. ഇനി അവധിക്കാലം കൂടി ആയതുകൊണ്ട് കുട്ടികൾക്കും സജീവമായി ഇതിലൊക്കെ പങ്കെടുക്കാനും പറ്റും. ശ്യാം പ്രസാദ് ഉത്തമന് നല്ല ദിവസമായിരിക്കട്ടെ.